ഹലോ ഫ്രണ്ട്സ്. സാധാരണ നമ്മൾ നാട്ടിൽ ബാച്ചിലർ പാർട്ടി ആഘോഷിക്കാറില്ലേ? ഇത് സൗദിയിലെ ഒരു ബാച്ചിലർ പാർട്ടി. അതായത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് സൗദ്. പുള്ളിക്കാരൻ സൗദിയാണ്. അപ്പോൾ സൗദിൻ്റെ കല്യാണമാണ് അടുത്ത മാസം. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു ബാച്ചിലർ പാർട്ടി പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെങ്ങുമല്ല, ഞങ്ങളുടെ ക്യാമ്പിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് ഞങ്ങളുടെ റൂമിൻ്റെ വെളിയിലുള്ള ഗാർഡൻ ഏരിയയിൽ. ഏകദേശം വൈകുന്നേരം 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അതിനുള്ള പരിപാടി തുടങ്ങി. ഈ കാണുന്ന മാറ്റും പില്ലോ എല്ലാം ഞങ്ങളുടെ അടുത്തുള്ള തന്നെയാണ്. പുറത്ത് ക്യാമ്പിങ്ങിനൊക്കെ പോയില്ലേ, അപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ മരത്തിലൊക്കെ ചുറ്റുന്ന ലൈറ്റും അവിടെ കിടക്കുന്ന ലൈറ്റെല്ലാം ഞങ്ങളുടെ കമ്പനിയുടെയും. രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും സംഭവം കാണാൻ അടിപൊളിയായിരുന്നു. പിന്നെ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സൗദികളൊക്കെ പോയി ഡ്രസ്സ് മാറി. പിന്നെ ഇങ്ങനെയുള്ള മിക്ക പരിപാടികളിലും അവരവരുടെ ട്രഡീഷണൽ ഡ്രസ്സിലായിരിക്കും വരുന്നത്. അങ്ങനെ ഏകദേശം നമ്മുടെ പരിപാടി തുടങ്ങാൻ സമയമായി. ഇനി ബാക്കിയുള്ളവരെ കൂടെ വെയിറ്റ് ചെയ്യാണ്. കുറച്ച് കഴിയുമ്പോൾ തന്നെ പരിപാടി സ്റ്റാർട്ടായി. ഇത് നമ്മുടെ കല്യാണ സർക്കാർ സൗദ് വന്നപ്പോഴത്തേക്കും അവർ ചെറിയ ഡാൻസ് കളിക്കുന്ന കേട്ടോ. ഈ ഡാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രീതിയിലല്ല, സൗദികളുടേതായ രീതിയിലുള്ള. ദൈ നിൽക്കുന്ന കേട്ടോ നമ്മുടെ കല്യാണ ചെറുക്കൻ സൗദ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡിനുള്ള സമയമായി. ഫുഡ് ഞങ്ങൾ പുറത്ത് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് വേറൊന്നുമല്ല, മട്ടൻ മന്തിയാണ്. അറിയാലോ, സൗദികളൊക്കെ ഇങ്ങനെ മെയിൻ പരിപാടി വരുമ്പോഴത്തേക്കും അവരുടെ മെയിൻ ഡിഷ് എന്ന് പറയുന്നത് മട്ടൻ മന്തി ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി. ഇതാണ് മട്ടൻ മന്തി. ഈ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് മിനിമം ഒരു 5 പേർക്കെങ്കിലും സുഖമായിട്ട് കഴിക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ സെക്ഷൻ തിരിഞ്ഞിങ്ങനെ കഴിച്ചു തുടങ്ങി. നമ്മളെ കൊണ്ടൊക്കെ ഇത് മൊത്തം ഫിനിഷ് ഇച്ചിരി പാടാണ്. എന്നാലും അത്യാവശ്യം കഴിച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം വയറ് നിറഞ്ഞ് മാറാൻ നേരത്താണ് അഹമ്മദ് വന്നത്. പിന്നെ അഹമ്മദ് നമ്മളെ കഴിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങൾ വയറ് ഫുള്ളായതുകൊണ്ട് മാറ്റി വെച്ച പീസൊക്കെ അഹമ്മദ് ഞങ്ങളെ കൊണ്ട് കഴിപ്പിച്ചു. പിന്നെ അങ്ങനെ ഏകദേശം എല്ലാവരും കഴിച്ചൊക്കെ ഒതുങ്ങി. ഇവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണല്ലോ ഊത്. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എല്ലാവർക്കും ഊത് പോയിക്കുന്ന വീഡിയോ. പിന്നെ അത് കഴിഞ്ഞ് അവരുടേതായ ചെറിയ പാട്ടും ഡാൻസൊക്കെ ആയി. പിന്നെ നമ്മളൊരു കേക്കും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് കിട്ടിയത്. അങ്ങനെ കേക്ക് കിട്ടിയാൽ കഴിഞ്ഞു. കേക്ക് നമ്മുടെ ക്യാൻറ്റീനിൽ തന്നെയാണ് പറഞ്ഞത്. സംഭവം ഉഗ്ര കേക്കായിരുന്നു. അങ്ങനെ നമ്മുടെ മാർക്ക് തന്നെ അത് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ നമ്മുടെ ബാച്ചിലർ പരിപാടി ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു തുക പിരിച്ച് നമ്മുടെ കല്യാണ ചെക്കനെ ഒരു ചെറിയൊരു സംഭാവന കൊടുത്തു. പുള്ളിക്കാരൻ അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നല്ല, ഇത് നമ്മുടെ ഒരു ചെറിയ സന്തോഷം. അങ്ങനെ ഒരു 10-11 മണി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയി.